എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനാണ് ശ്രീജ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അച്ചാർ സീരീസിലത്തെ 4ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലത്തെ നമ്മുടെ സംസാര വിഷയത്തെ പറ്റിയിട്ട് ഒരുപാട് മെസ്സേജും മെയിൽസും ഒക്കെ വന്നിരുന്നു. എല്ലാവരും പറഞ്ഞു ശ്രീ ഭയങ്കര വിഷമായി, കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയെന്നൊക്കെ. അപ്പോൾ ഞാൻ മെയിൽ അയച്ചവർക്കൊക്കെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പേര് പറഞ്ഞു ഞങ്ങളത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പേരൻസിനൊന്ന് വിളിച്ചു ശ്രീ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതെന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ അത് പറയുന്നതിലൂടെ 2-3 പേര് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഐ ഫീൽ വെരി ഹാപ്പി. അപ്പോൾ അവർ വിളിച്ച കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. 1-2 പേരോ ചെയ്തോളൂ എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പതിവ് പോലെ തന്നെ കപ്പലണ്ടി അച്ചാറിട്ടതാണ്. അപ്പോൾ കപ്പലണ്ടി അച്ചാറിൻ്റെ പേരിൽ ചെറിയൊരു നൊസ്റ്റാൾജി ഉണ്ട്. ഞാൻ പൂനെയിൽ പഠിക്കുമ്പോഴേ നമ്മുടെ ജയന്തി ജനത എക്സ്പ്രസ് അറിയില്ലേ എല്ലാവർക്കും, അപ്പോൾ അതിലാണ് പൂനെയിലേക്ക് പോയിരുന്നത്. ആദ്യത്തെ കുറച്ച് 1-2 പ്രാവശ്യം കേട്ടോ. അപ്പോൾ എനിക്ക് പൂനെ എക്സ്പ്രസ് ഉണ്ടെന്നോ ബാക്കിയുള്ള വണ്ടികളെ കുറിച്ചൊന്നും ബാക്കിയുള്ള ട്രെയിനിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ജയന്തി ജനതയിൽ ചിലപ്പോൾ 36 മണിക്കൂറൊക്കെ വണ്ടിയിലിരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക്, വേറെ പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല, ഒറ്റയ്ക്കാണ് മിക്കതും. ഞാൻ മേക്കപ്പ് ഡ്യൂട്ടി ചെയ്യാത്ത ഒരാളാണ്. മേക്കപ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെ ലീവൊന്നും എടുക്കാറില്ല കോളേജ് ടൈമിൽ. 100% അറ്റൻഡൻസ്. എൻ്റെ കോളേജിൽ ഒരു ലീവ് പോലും, ഒരു മേക്കപ്പ് ഡ്യൂട്ടി പോലും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് ഭയങ്കര പടിയായിരുന്നു മേക്കപ്പ് ഡ്യൂട്ടി ചെയ്യാൻ. ലീവ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ മേക്കപ്പ് ഡ്യൂട്ടി ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മിക്കതും, എല്ലാവർക്കും മേക്കപ്പ് ഡ്യൂട്ടി ചെയ്യാണ്ടാവും, ഞാൻ മേക്കപ്പ് ഡ്യൂട്ടി ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം തന്നെ ഞാൻ ഏറ്റവും ആദ്യം കയറിപ്പോരും. അപ്പോൾ മിക്കതും ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോരാനായിട്ട്, ബാക്കിയുള്ള മലയാളീസ് ഒന്നും കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മിക്കതും ഒറ്റയ്ക്കാണ് ട്രെയിനിൽ വരവും പോക്കൊക്കെ. അപ്പോൾ എനിക്ക് കുറേ ചേച്ചിമാർ, ഒരു പരിചയമില്ലാത്തവരൊക്കെയാണ് കൂട്ടിന് കിട്ടുക. അപ്പോൾ കുറേ നേരം നമ്മളങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ പരിചയമാവും, ഒരു ഫാമിലി പോലെയാവും. അതിൻ്റെ ഉള്ളിൽ തീറ്റയും കിടപ്പൊക്കെ ഒരേ കുപ്പയിലാവുമ്പോൾ നമുക്കൊരു ഫാമിലി പോലെ ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു സൗമ്യ എന്ന് പറഞ്ഞൊരു ആൻറ്റി അന്ന് എനിക്ക് ഫുഡിൻ്റെ ഒപ്പം തന്നതാണ്. എനിക്ക് ആൻറ്റി ഫുഡ് ഉണ്ടാക്കി തന്നുവിടുമായിരുന്നു കേട്ടോ. ആൻറ്റിയാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി, ഞാൻ നിന്ന വീട്ടിലത്തെ ആൻറ്റിയാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നുവിടുക. അപ്പോൾ ആൻറ്റിയുടെ ഫുഡാണ് ഞാൻ കഴിക്കുക, പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ആ ചേച്ചി എനിക്ക് തന്ന അച്ചാറാണ് ഈ കപ്പലണ്ടിയുടെ അച്ചാർ. ചേച്ചി കപ്പലണ്ടിയുടെ അച്ചാർ ഇട്ടപ്പോൾ നമ്മുടെ സാധാരണ വറുത്ത കപ്പലണ്ടിയാണ് അച്ചാർ ഇട്ടിരുന്നത്. ഒരു മസാല അച്ചാറിൻ്റെ പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ആക്കിയെടുത്തത്. അന്ന് നമുക്ക് ഇങ്ങനെ റെസിപ്പീസ് ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടാമോ എന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്തായിരുന്നു റെസിപ്പിന്ന്. പക്ഷെ ഇന്ന് എനിക്ക് അച്ചാർ റെസിപ്പിയുടെ ഈ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ആയപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. പെട്ടെന്നല്ല, എനിക്ക് ഓർമ്മ വന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഇതെൻ്റെ ഫ്രണ്ട്സിനൊന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന്. അപ്പം അന്ന് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഫുഡ് മേടിച്ച് കഴിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഫുഡ് മേടിച്ച് കഴിക്കാൻ പാടില്ല, അവരിങ്ങനെ മയക്കാനുള്ള പൊടികളിടും, നമ്മളെ കിഡ്നാപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൊക്കെ അടിച്ചു മാറ്റും എന്നുള്ള കാര്യം സത്യമായിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഒന്നും അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പോട്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി എന്താ പറയുക, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് കുറച്ചും കൂടി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങ് കൂടി വന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അത്രയും വലിയൊരു പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ വഞ്ചിക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുമില്ല, അതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഞാനത് നല്ല രുചിയോടുകൂടി നല്ല ടേസ്റ്റോടുകൂടി കഴിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആക്കി എന്നുള്ളവർക്ക് സോറി, അച്ഛനും അമ്മയും വിളിച്ചവർക്ക് താങ്ക്സ്. അപ്പോൾ അച്ചാർ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വെറുതെ കണ്ടുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിന്മേൽ ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിന്മേൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടണാണ് അത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങാം. അച്ചാർ എങ്ങനെ ഇടാൻ നോക്കാം. പച്ചക്കപ്പലണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് പച്ചക്കപ്പലണ്ടി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കടയിൽ നിന്ന് മേടിക്കണ കപ്പലണ്ടി ഉണ്ടല്ലോ, ഉണങ്ങിയ കപ്പലണ്ടി കിട്ടില്ല, അത് നമ്മൾ 1 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ പച്ചക്കപ്പലണ്ടിൻ്റെ ഒരു ടേസ്റ്റ് വരും. കാരണം കപ്പലണ്ടി നേരിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പും മുളകും ഒന്നും പിടിക്കില്ല. കാരണം ഭയങ്കര ഡ്രൈ, ഭയങ്കര ഹാർഡല്ലേ അത്, അപ്പോൾ അതൊന്നും പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പച്ചക്കപ്പലണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ ആ ആൻറ്റി എന്നോട് പറഞ്ഞത് പച്ചക്കപ്പലണ്ടി എന്നല്ല, കപ്പലണ്ടി എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കടയിൽ പച്ചക്കപ്പലണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ കപ്പലണ്ടിയുടെ ഒരു സീസണാണ്, ചില സീസണിലൊക്കെ കപ്പലണ്ടി വരുള്ളൂ അത്രേ. അപ്പോൾ അത് നല്ല വലിയ കപ്പലണ്ടിയും കൂടിയാണ്. അത് പൊളിച്ച് കാണിച്ചാലാട്ടോ നിങ്ങൾക്ക് ഉണ്ടോ, നല്ല വലുപ്പമുണ്ട് കപ്പലണ്ടിക്ക്, ഉണ്ടോ, നല്ല വലിയ കപ്പലണ്ടിയാണ്. ഉണ്ടോ,
ഇതിപ്പോൾ ഞാൻ കഴുകി നല്ല അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കഴുകി വാരി വെച്ചതാണിത്. ഇനി നമ്മൾ ഇതിനെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മുടെ പ്രഷർ കുക്കറില്ലേ, ആ പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഞാനൊരു 3 വിസിൽ കൊടുക്കുന്നുണ്ട്. 3 വിസിൽ കൊണ്ട് കപ്പലണ്ടി വലുതായ കാരണം കൊണ്ടാണ് 3 വിസിൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ 2 വിസിൽ കൊടുത്താലും ആവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം അടിച്ചിട്ട് നോക്കുക, കപ്പലണ്ടി ഇതായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സീസണല്ല. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിക്കോടെ തന്നെ ശക്തനെന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറേ അമ്മാമ്മമാർ റോഡ് സൈഡിലായിട്ട് വിൽക്കാനിരിക്കുന്നുണ്ടാവും. അവർക്കൊരു ഉപകാരമാവും ചെയ്യും, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ പോകുമ്പോൾ നമ്മുടെ തൃശ്ശൂരുകാരായിട്ടുള്ളവരൊക്കെ അതിൽ പോകുമ്പോൾ ഒന്ന് അവരുടെ കയ്യിൽ നിന്ന് 1 കിലോ മേടിച്ച് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളിതിങ്ങനെ കുക്കറിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഇത് പച്ചയ്ക്ക് തിന്നാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ ഉപ്പ് ഇങ്ങനെ പൊടിച്ചിങ്ങനെ തിന്നാൻ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ എനിക്കിതിൻ്റെ പിന്നിൽ നൊസ്റ്റാൾജി ഉണ്ട്, അത് ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇത്രയാണ് നമുക്ക് പച്ചയ്ക്ക് വേണ്ട സാധനങ്ങൾ. ഇനി പൊടികൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊടികൾ. 2 ടീസ്പൂൺ. ഇപ്പോൾ നമ്മൾ ഈ ഇത്ര അളവിലെടുത്ത കപ്പലണ്ടി ഉണ്ടല്ലോ, ഈ കപ്പലണ്ടി തൊണ്ട് പൊളിച്ച് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ കുറവിൽ മതി പൊടികളൊക്കെ. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കായാണ് കേട്ടോ, കായത്തിൻ്റെ പൊടി. അതിങ്ങനെ കുടഞ്ഞപ്പോൾ ആകെയായി. അപ്പോൾ ഞാനൊന്ന് തുടച്ചപ്പോൾ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലാക്കി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചത്. അത് ഞാൻ വറുത്ത് പൊടിച്ച് വെക്കും സാധാരണ നമ്മൾ ഉലുവ ഉപയോഗിക്കുക അച്ചാറിലല്ലാണ്ട് ഞാൻ ഉപയോഗിക്കുക കാച്ചാനാണ്. മോര് കൂട്ടാൻ കാച്ചാനും പിന്നെ സാമ്പാർ കാച്ചാനാണ് ഞാൻ കടുകിൻ്റെ ഒപ്പം 2 ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പൊടിച്ച് വെക്കും ഞാൻ, കാരണം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കടയിലേക്ക് ചേട്ടന്മാർക്ക് എപ്പോഴും അച്ചാർ വേണം. കാലത്തെ കഞ്ഞിയുടെ ഒപ്പം ഒരു ഉപ്പേരിയും ഒരു അച്ചാറും മസ്റ്റാണ്. അപ്പോൾ ഞാൻ മിക്കതും അതിങ്ങനെ പൊടിച്ച് വയ്ക്കാറാണ് പതിവ്. വലിയ കാര്യമായിട്ട് പൊടിച്ച് വയ്ക്കില്ല, ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുള്ളൂ കണ്ടോ. പിന്നെ നമ്മുടെ ഉപ്പ്, ഇതാണ് ഉപ്പ് കേട്ടോ. ഇത്രയും സാധനങ്ങളെ വേണ്ടു. പിന്നെ നമുക്ക് എണ്ണ വേണം. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനേക്കാളും മുന്നേ നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനൊരു കുക്കർ എടുക്കുക. കുക്കറിൽ നമ്മുടെ പീനട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വേണ്ടു നമുക്ക്. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, ചേച്ചി എന്ത് കല്ലുപ്പൊക്കെ ഇടണേന്ന്. കാരണം എന്താണെന്ന് അറിയാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അമ്മയൊക്കെ കല്ലുപ്പും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് കാരണം കൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇതാ വെന്തു. നമുക്കിതിന് പൊളിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുക്കാം. ഇതിന് പൊളിക്കുമ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെളി വെള്ളം പോലെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വീണ്ടും ഒന്ന് വാഷ് ചെയ്യേണ്ടി വരുന്നു തോന്നുന്നു. പ്രഗ്നൻസി പീരീഡിലുണ്ടല്ലോ ഈ കപ്പലണ്ടി ഇങ്ങനെ ധാരാളം കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉപ്പിട്ടിട്ട് അമ്മ പുഴുങ്ങി തരും. എന്നിട്ട് ഇതിൽ നമ്മുടെ മുളകില്ലേ, പച്ചമുളകും പിന്നെ സ്വീറ്റ് കോണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പിടുക. എന്നിട്ട് കുറച്ച് ചില ദിവസങ്ങളിൽ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിടുക. അപ്പോൾ ഒരു സലാഡാവില്ലേ, അത് അങ്ങോട്ട് വാരി തിന്നെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ദൈവമേ, ശ്രീകുട്ടൻ അന്ന് എനിക്കൊരു 8th മന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 7th മന്തിലെങ്ങാണ്ടാണ് ഞാൻ ലാസ്റ്റ് സ്കാനിങ് നടത്തിയത്. അവസാനത്തെ സ്കാനിങ് ഞാൻ നടത്തിയിട്ടേ ഇല്ല, 7 എങ്ങാണ്ടായപ്പോഴാണ് സ്കാനിങ് നടത്തിയത്. അപ്പോൾ ശ്രീകുട്ടൻ 1.5 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 9 മന്തും 7 ഡേയ്സാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഈ 10 മാസം ചുമക്കുക എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിത്ത. ഒരമ്മ 10 മാസം ചുമക്കില്ല. ഈ 9 മന്തും 7 ഡേയ്സ് കഴിയുമ്പോൾ കുട്ടീനെ ഒന്നില്ലെങ്കിൽ കുട്ടി പുറത്ത് വന്നില്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തെടുക്കും. അവൻ മെക്കോണിയം പാസ് ചെയ്തു. മെക്കോണിയം പാസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ മഷി ഇറക്കാന്ന് പറയില്ലേ, അതിനാണ് മെക്കോണിയം പാസ് ചെയ്യുക എന്ന് പറയാം. കുട്ടികളെ അപ്പിടുക എന്ന് പറയാം, വയറ്റിൽ അപ്പിടുക എന്ന് പറയും നമ്മൾ മനസ്സിലാവണ ഭാഷയിൽ. മഷി ഇറക്കാന്നൊന്നും പറഞ്ഞാൽ ചിലവർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഇങ്ങനെ അത് ആസ്പിറേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ കുട്ടികളത് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്വാസകോശത്തിലേക്ക് എത്തിയ ഭയങ്കര പ്രശ്നമാണ്. പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ന്യൂമോണിയൊക്കെ വരും പുറത്തേക്ക് വരുമ്പോൾ. അപ്പോൾ പിന്നെ കുട്ടികൾ ചിലവൻ ഡെത്താവാൻ പോലും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡായ ഒരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെ. ആ ദിവസം വരെ കുഴപ്പമില്ല, ഞാൻ അത്ര നാൾ നന്നായി പണിയൊക്കെ എടുക്കായിരുന്നു കേട്ടോ. നോർമലാവണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. കുറേ ആൾക്കാർ ഇങ്ങനെ കിടന്നും മരിക്കണതൊക്കെ കണ്ടിട്ടല്ലോ, എൻ്റെ അമ്മയെ അച്ചോ എന്നൊക്കെ വിളിച്ച് ഓളിയൊക്കെ ഇടും. അപ്പോൾ എനിക്കറിയണം ആ വേദന ഒന്നും അറിയണമല്ലോ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ അമ്മമാർക്കുള്ള പോലെ തന്നെ. പക്ഷേ ഞാനതിന് വേണ്ടി എന്തൊക്കെ ചെയ്യായിരുന്നു എന്നറിയോ, അടിച്ചു ആ ലോകം മുഴുവൻ വീട്ടിൽ 10-20 സെൻറ്റ് ഭൂമിയുണ്ട്, അത് മുഴുവൻ അടിച്ചു വരായിരുന്നു ഞാൻ.
അമ്മയുടെ കൂടെ എല്ലാ പണിയെടുക്കുമായിരുന്നു. എന്തൊക്കെ ചെയ്യും. കടയിലേക്ക് വരും. അന്ന് ഏട്ടൻ്റെ കട ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമാണ് ഇവിടെ നമ്മുടെ തലൂർ. അപ്പോൾ ഏട്ടൻ്റെ ഉച്ചയ്ക്കുള്ള ഫുഡും കൊണ്ട് ബസ്സിൽ കയറി വരും. ഡ്രൈവർക്ക് വരെ തോന്നും എന്നിട്ട് നിന്ന് സീറ്റ് വരെ. അത്രയും വലിയ എന്താ പറയുക വയറും ഗമ്മട്ടം വയറും. ശ്രീകുട്ടൻ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ബ്ലീഡിങ്ങും ഒക്കെ ആയി, കുറച്ച് പ്രശ്നം പാൽപിറ്റേഷനും ഒക്കെ ആയിട്ട് ഹോദേമേ ആ ഒരു അവസ്ഥ ആലോചിക്കാൻ വയ്യ. സെപ്റ്റംബർ 28 കാലത്ത് 8:06. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ആ സമയത്ത് ശ്രീകുട്ടനൊരു ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഒരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നും ഞാൻ കടയിൽ നിന്ന് പോകുമ്പോൾ ഞാനായിട്ട് ഒരുമിച്ച് പോകും. അപ്പോൾ ഞങ്ങൾ കുറേ കപ്പലണ്ടി പരിപാടി കൊണ്ട് വൈകുന്നേരം നമ്മൾ TV കാണാതിരിക്കില്ലേ, ആ സമയത്ത് ഇത് തിന്നും. അപ്പോൾ ഇതിങ്ങനെ പറക്കി തിന്നാൻ തോന്നുന്നു. ശ്രീകുട്ടൻ വല്ലാണ്ട് അങ്ങ് വെയിറ്റ് വെച്ചു. 3,150 ഉണ്ടായിരുന്നു ശ്രീകുട്ടൻ ജനിച്ചപ്പോൾ. നമ്മുടെ ബർത്ത് വെയിറ്റ് ഇല്ലേ, ആദ്യം ഏറ്റവും അവസാനത്തെ ഇതിൽ 1,750 കണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള വെയിറ്റ് മുഴുവൻ ഞാൻ ഈ കപ്പലണ്ടി മുഴുവൻ വാരി തിന്നിട്ടാന്ന് തോന്നിട്ട് വെച്ചത്. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ എന്നിട്ട് എന്ത് കപ്പലണ്ടി കാണുമ്പോഴേ വിചാരിക്കും. അത് മാത്രമല്ല എൻ്റെ മുടി നന്നായിട്ട് വളർന്നായിരുന്നു. പ്രഗ്നൻസിക്ക് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെയാണ് കേട്ടോ. ചിലവരുടെ മുടി ഭയങ്കരമായിട്ട് പോവും. ഹോർമോൺ ഇംബാലൻസ് വരുമ്പോഴാണ് അങ്ങനെ മുടി പോക്കും വരവൊക്കെ വരുന്നത്. ഇത് ശ്രീകുട്ടൻ എനിക്ക് നന്നായിട്ട് മുടി വരികയാണ് ചെയ്തത്. മുടി എന്നിട്ട് ഞാൻ പിന്നെ മുടി നോക്കാൻ പറ്റാണ്ടായപ്പോൾ വെട്ടിക്കളയുകയും ചെയ്തു. കടയിലേക്ക് പോകും തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം. കുറച്ച് പണിയുള്ള പണിയല്ലേ. നല്ല ഭംഗിയുള്ള ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് തിന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഉപകാരങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ കുട്ടി നല്ല വെയിറ്റ് ഗെയിൻ ചെയ്യും, നല്ല ഭംഗിയുള്ള കുട്ടി ഉണ്ടാവും. കുട്ടി ഭംഗിയുള്ളതോ ഭംഗിയില്ലാത്തതോ നമുക്ക് വിഷയമുള്ള കാര്യമില്ല. കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ വളർച്ചയോടെ ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവമേ അംഗവൈകല്യങ്ങളൊന്നും കൊടുക്കാതെ അല്ലേ. നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് കുട്ടി ആണാവണേ പെണ്ണാവണേ എന്നൊന്നുമല്ല, പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുട്ടീനെ കൊടുക്കണേ ഈശ്വര. അല്ലെങ്കിൽ എൻ്റെ മോള് പൂർണ്ണ ആരോഗ്യവാദി ആയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഇടയിൽ വീട്ടുവിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ. എന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടുവിശേഷങ്ങളൊക്കെ പറയണത്. അപ്പം നിങ്ങൾക്ക് എന്നോടൊരു അടുപ്പം തോന്നും, എനിക്ക് നിങ്ങളോടൊരു അടുപ്പം തോന്നും. നിങ്ങളെൻ്റെ ആരോഗ്യമാണെന്നുള്ള തോന്നൽ ഷെയർ ചെയ്യണത്. അപ്പോൾ അത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം. ഫൈനലി നമ്മുടെ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഇതാ ഈ കോലത്തിലായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നിന്ന് പണിതിട്ടാണ് ഞാൻ ഇങ്ങനെയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പണിയാൻ ഇത്തിരി സമയക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സാധാരണ കപ്പലണ്ടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന വറുത്ത കപ്പലണ്ടി കുറച്ച് നേരം വെള്ളത്തിലെടുത്തിട്ടിട്ട് ഒരു 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം, എന്നിട്ട് ഉണ്ടാക്കാം. ഇത് കുറച്ച് ടേസ്റ്റ് കൂടുന്നു മാത്രം. കാരണം നമ്മൾ പച്ചക്കപ്പലണ്ടി വേവിച്ചെടുത്തതല്ലേ. അപ്പോൾ നന്നായിട്ട് വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോവും, അതുപോലെ ഇരിക്കും. ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ എൻ്റെ പകുതി വായിത്തൊന്ന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരു അളവ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ച് നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതെ ഇത്രയുണ്ട്. നമുക്കിതിനി അച്ചാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഒരു പാൻ വെച്ച് ചൂടാക്കുക, അതിലേക്ക് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇന്ന് ഞാൻ നല്ലെണ്ണ മാത്രമാണ് യൂസ് ചെയ്യണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ചാർ എനിക്ക് കുറച്ച് ദിവസം ഇരിക്കണം. നമ്മുടെ അച്ചാറിൻ്റെ സീരീസ് ഇങ്ങനെ നടക്കണ കാരണമുണ്ട് ഫ്രിഡ്ജിൻ്റെ 2 റോ നിറയെ അച്ചാറും കുപ്പിയോളാം. ഇനിയിപ്പോൾ ഞാൻ ഒരു 6 മാസത്തേക്ക് അച്ചാർ ഉണ്ടാക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. നിങ്ങളോട് 2 ആഴ്ച കൂടുമ്പോൾ കഴിച്ചാൽ മതി, 2 ആഴ്ച കൂടുമ്പോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് പോയില്ല, അതിന് പകരം ഓരോ കുപ്പി അച്ചാർ കൊണ്ടുപോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കറിവേപ്പിൻ്റെ ഇല 3 ഇട്ടിട്ട് നമുക്കൊന്ന് വഴട്ടാം. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തീ കുറച്ചിട്ടിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇടുക. മുളക് പൊടി ഇട്ട് കൊടുക്കാം, കരിഞ്ഞു പോകാണ്ട് നോക്കിക്കോളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണ്ട, നമ്മളിപ്പോൾ സിമ്മിലല്ലേ എടുക്കണേ. അപ്പോൾ പെട്ടെന്നൊന്നും കരിയില്ല. മുളക് പൊടിയാണ് ഇത്തിരി അധികം ക്വാണ്ടിറ്റി ഉള്ള കാരണം കൊണ്ട് അതൊന്നും ആദ്യം ഇട്ട് കൊടുത്ത് ഇളക്കുക. നല്ലൊരു മണം വരും നമ്മുടെ അച്ചാറിൻ്റെ. കായ ഇട്ട് കഴിയുമ്പോൾ ഉലുവ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 2. നിങ്ങൾക്ക് ഇനി ചാറ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക. പീനട്ട് ഉണ്ടല്ലോ, നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന ഈ സംഭവം അതിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ആ പൊടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുളി കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൊറുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഗ്രേവി നോക്കുക ഉപ്പ് കുറവുണ്ടോന്ന്. ഉപ്പ് ഇത്തിരി കുറവാണ്, നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരു പിടിക്ക് മുമ്പിക്ക് ഇട്ട് കൊടുക്കുക. കാരണം കപ്പലണ്ടി ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളതാണെങ്കിലും അതിൽ അധികം കാര്യമായിട്ടുള്ള ഉപ്പ് പിടിച്ചിട്ടില്ല. കാരണം തൊണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉപ്പ് ഉള്ളിലേക്ക് കയറിയിട്ട് വേണമല്ലോ പിടിക്കാൻ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും.
അപ്പോൾ അങ്ങനെ ഉപ്പ് പിടിച്ചിട്ടില്ല. ഉപ്പ് ഒരു പൊടിക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക, കാരണം ഇതിലേക്കൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും ഉപ്പ് വല്ലാണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കില്ലേ നിങ്ങൾ? ആ പറഞ്ഞത് തന്നെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ ആദ്യമായിട്ട് ഒരാൾ നമ്മുടെ ഫാമിലിക്ക് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണെടുത്ത് കടിച്ചു നോക്കിയാലോ നമുക്ക്? ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങളെ കൊതിപ്പിക്കൂല്ലേ, അങ്ങനെ കൊതി വന്നാലേ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുള്ളൂ, അത് കാരണം ഉണ്ടാവും. സൂപ്പറായിട്ട് കേട്ടോ. ഈ സെയിം മെത്തേഡിൽ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അരേ സൂപ്പർ, നമ്മുടെ അച്ചാർ കിടുക്കിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു അച്ചാറായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അച്ചാറൊക്കെ പ്രിപ്പയർ ചെയ്തു, നമ്മൾ ഗംഭീരമായിട്ട് അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി, ഉപ്പും പുളിയൊക്കെ നോക്കി കറക്റ്റാണ്. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് നമ്മൾ വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് വളരെ വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.